നിഷ ചേച്ചി, എനിക്ക് മാത്സിന് ട്യൂഷൻ എടുക്കുമെന്ന് മമ്മി ചോദിച്ചു. ഞാൻ നോക്കട്ടെ മോളെ, എല്ലാ ദിവസവും പറ്റില്ല, ശനി ഞായർ നോക്കാം. താങ്ക് യു ചേച്ചി. വെള്ളത്തിൽ കളിക്കാതെ പോയി വല്ലതും കഴിക്കേ. എന്താണ് നിന്റെ ഉദ്ദേശം? പറയടി. ഇന്ന് എനിക്ക് നിന്റെ തീരുമാനം അറിയണം. തീരുമാനം അത് ഞാൻ പണ്ടേ പറഞ്ഞല്ലേ. എനിക്ക് വലുത് എന്റെ ജീവിതം. അതെനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിച്ചു തീർക്കും. പല്ലിഞ്ഞിറങ്ങുമ്പോ ഞാനങ്ങ് പേടിച്ചു പോകുന്നു വിചാരിച്ചോ? പിന്നെ കള്ളും കുടിച്ച് ഇതെങ്ങാനും പറഞ്ഞ് എന്റെ മുന്നിൽ വന്ന ഇനി ഇതുപോലെ എന്നെ ശല്യപ്പെടുത്താൻ വന്ന അറിയാലോ, ഞാൻ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്ത വകുപ്പുകളൊക്കെ അവര് നോക്കിക്കോളും. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. എന്താ ബാലേട്ടാ, ഞാൻ പറഞ്ഞല്ലേ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, നമ്മൾ തമ്മിൽ ചേരത്തില്ല. ഇപ്പൊ ഒരുത്തിന് കൊടുത്തതേ ഉള്ളൂ. ഇയാളെ ഞാൻ മനുഷ്യന് മെനക്കെടുത്ത് എടാ എടാ ബാല എടാ എണീക്കണോണ്ട് എടാ ബാല എണീക്കണോടന്ന്. എന്താ തള്ള, നിനക്ക് എന്താ വേണ്ടേ? ഉറങ്ങാനും സമ്മതിക്കില്ല. ഉറങ്ങാനും സമ്മതിക്കൂല. എങ്ങനെ എണീക്കാനാണ്? തല നേരെ നിന്നിട്ട് വേണ്ടേ? ഓ, ഇന്നലെ വന്നൊരു കോലം. എടാ ബാല, നീ അറിഞ്ഞൂടാ? എടാ നിഷയാരെ കൊന്നെന്ന്. ഏത് നിഷ? ആ വത്സയുടെ മോള് നിഷേ. അവക്ക് അതൊന്നും വന്നാ പോരാ, ആരാണ്ട് കൊന്നെന്ന്. ആ വത്സയുടെ നകളിപ്പ അങ്ങോട്ട് നിന്ന്. ഓ എന്തായിരുന്നു. ആരെങ്കിലും പറയണ? ആൾക്കാരെല്ലാം ഓടിക്കൂട്ടുന്നുണ്ട്. പോലീസ് നായിയുണ്ട്, പുറകെ പോലീസിനുണ്ട്, ആൾക്കാരെല്ലാം പോണുണ്ട്. ആ പോലീസ് നായുണ്ടോ? ഇവനിതെങ്ങോട്ട് പോണു? ഇതെത്ര പവനാ? 3 പവൻ. 3? വെയിറ്റ് എത്ര പവനാ? ഇത് 4 പവനാ. നല്ല വെയിറ്റ് ഉണ്ട്. ഇത് അയ്യോ, എനിക്കൊന്നും അറിയാൻ മേലേ. എന്തൊരു ഭാവായിരുന്നു എന്റെ കൊച്ച്. അയ്യോ, ഒരു ബ്യൂട്ടി പാർലറിൽ പോലും പോകാത്ത പെൺകൊച്ചായിരുന്നേ. അയ്യോ, ഞാൻ ഇറങ്ങുമ്പോ ഇവിടെ ഇരുന്ന് ചോറുണ്ടോണ്ടിരുന്ന കൊച്ചായിരുന്നേ. പോകാൻ നേരത്തെ എന്റെ കൊച്ച് എന്നോട് പറഞ്ഞ് അവക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കപ്പലണ്ടി മിഠായി വാങ്ങിയിട്ട് വരണത്. പടി ഇറങ്ങണ വരെ എന്റെ കൊച്ചിനെ ഞാൻ കണ്ടോണ്ടാണ് പോയത്. അയ്യോ, തള്ള നിങ്ങൾ കരച്ചു നിർത്ത്. എന്നിട്ട് സാറ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ പറയും. തിരിച്ച് കവലയിലെത്തിയപ്പോഴാ മുരുകൻ എന്നോട് പറയണത്. അയ്യോ, കേട്ട പാടെ ഞാൻ ഓടിയായിരുന്നേ. അയ്യോ അയ്യോ, ഞാനിവിടെ വന്നപ്പോ എന്റെ മോൾ അങ്ങനെ കിടക്കാണ് ചോരയിലേ. അയ്യോ, എനിക്കൊന്നും ഓർക്കാൻ വയ്യേ. ആ സ്ത്രീ നോർമൽ അല്ല, പിന്നീട് ചോദിക്കാം. അയ്യോ, എനിക്കൊന്നും ഓർക്കാൻ വയ്യേ. ബാക്കി ഡീറ്റെയിൽസ് പറയൂ. സർ, പോലീസ് നായ 6ന്റെ തീരം വരെ ഓടി നിന്നു. പാതകത്തിന് ശേഷം പ്രതി നീന്തി രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്. ദെൻ ഇവിടെ നിന്ന് കിട്ടിയ ചെരുപ്പ് ആരുടേതാണെന്ന് സെർച്ച് ചെയ്തോ? ഇതുവരെ തിരിച്ചറിഞ്ഞില്ല സർ. പ്ലീസ് സർ. അങ്ങോട്ട് നടക്കടാ. ഇത് നിന്റെ ചെരുപ്പല്ലേടാ? എന്റെ അല്ല സാറേ. സത്യം സാറേ, പറയടാ. സാറേ, എന്റെ അല്ല സാറേ. ആണ് സാറേ. നീ നിക്കടാ അങ്ങോട്ട്. ഇങ്ങോട്ട് പോടാ. പറയടാ. നിന്റെ ചെരുപ്പില്ലടാ? അല്ല സാറേ, എന്റെ അല്ല സാറേ. പിന്നെ ആരുടെ ഏർപ്പാടാ ഇത്? അറിയില്ല സാറേ. പിന്നെ ഇത് ആരുടെ ഏർപ്പാടാ ഇത്? എന്റെ അല്ല സാറേ. ഇങ്ങോട്ട് വാടാ. തന്റെ ഏർപ്പാടാ. പറടാ.
എന്താടോ ഇത്? തന്നെ കീറ ചെരുപ്പ് നോക്കിയിട്ട് എന്താക്കാനാടോ? എടോ പുറത്തോട്ട് ഇറങ്ങി അന്വേഷിക്കടോ. തനിക്ക് പെൻഷൻ ആവാൻ അധികം സമയമൊന്നുമില്ല. മോളിൽ നിന്നുള്ള പ്രഷർ എനിക്കാ. വേഗം എന്തെങ്കിലും ചെയ്യടോ. സർ, പോലീസ് നായ ഒന്നുകൂടി. എന്തിനാടോ നായ? താൻ തന്നെ മടത്ത് നോക്കടോ. സർ, യൂണിഫോം ഇട്ട് ഓരോരുത്തർ ഇറങ്ങിയിരിക്കുന്നു. ഓടോ. നോക്കിക്കാതെ ഇടിച്ചു പറയിപ്പിക്കണം. ആ എടാ ബാല, ഉദ്യോഗത്തിന് പോകാൻ എഴുന്നള്ളു ഇവിടെ എനിക്ക് എന്നെ ഇവിടെ വരാൻ മേലേ. എടാ ഞാൻ ആ അമ്പല കമ്മിറ്റിക്കാരെ നോക്കി വന്നതാ. ആ പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എടാ നീ നേപ്പാളികളുടെ പുറകെ നടക്കുന്ന എന്തിനാ പണിക്ക്? എടാ നാണയില്ലേടാ നിനക്ക്? എടാ നാട്ടുകാരുടെ മുഖത്ത് എനിക്ക് നോക്കാൻ മേല, അറിയാവോ? അവരെന്തൊക്കെയാ പറയുന്നത് നിനക്കറിയാവോ? അമ്മാവ എനിക്ക് ജീവിക്കണ്ടേ അമ്മാവാ? എടാ വാസന്തി മരിച്ചതിന് ശേഷം ആ കട വെറുതെ കിടക്കുക. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്ന് വല്ല ബിസിനസ്സും ചെയ്ത് 10 പൈസ ഉണ്ടാക്കാൻ. എനിക്ക് ഈ അന്തരീക്ഷത്തിൽ നിൽക്കാൻ പറ്റില്ല എൻ്റെ അമ്മാവാ. എടാ എൻ്റെ മോള് ബിന്ദുവിനെ കെട്ടാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞതാ. അവിടെ പേരിൽ എത്ര ലക്ഷങ്ങളെ ഡെപ്പോസിറ്റ് ഇട്ടതെന്ന് നിന്നോട് ഞാൻ പല പ്രാവശ്യം സൂചിപ്പിച്ചതാ. അപ്പം അവൻ്റെ മുറ്റോടത്തെ പ്രേമം. എടാ കൃഷ്ണനും ബിന്ദു ഇപ്പം രാജാവും രാജ്ഞിയും പോലെ അവിടെ ഇപ്പം കഴിയുക. നീ അങ്ങോട്ട് ചെന്ന് നോക്ക്. നീയോ ഒറ്റാലിൽ ഒറ്റിയതുമില്ല, കോർമ്പലിൽ കോർത്തതും. അമ്മ അവിടെ നിന്ന് പോയേ. ഫിറ്റ് നടക്കുക, ചുമ്മാ വേറെ പണിയൊന്നും ഇല്ലാതെ. ഫിറ്റ് നിന്റെ അപ്പൻ. ഓടാ അമ്മേ, വിശക്കുന്നു. അമ്മേ, എന്താ അമ്മ ഇന്നൊരു പ്രത്യേകതയൊക്കെ? നീ എന്ന് ക്ഷീണിച്ചല്ലട മോനെ വരുന്നത്. അതുകൊണ്ട് ഇന്ന് നല്ല ഭക്ഷണം ആയിക്കോട്ടെ നീ വിചാരിച്ചു. എന്നാലും മട്ടൻ ബിരിയാണി കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ നമുക്ക് ഉണ്ടോ അമ്മേ? എന്താ അമ്മേ? ചേച്ചി എന്താ? അമ്മ പറയും. എടാ മോനെ, ഇന്നിവിടെ ഒരു സാറ് വന്നിരുന്നു. സാറോ? ആ, സാറൊരു സഹായം ചോദിച്ചു. വെറുതെ വേണ്ടാത്രേ, 50 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മേ. എടാ വത്സയുടെ മോളുടെ കൊലപാതകം നീ ഏറ്റെടുത്താ മതി. കേസും കൂട്ടൊന്നും ഇല്ലാണ്ട് സാറ് നോക്കിക്കൊള്ളു. ഏതായാലും അവള് ചത്തു. നിന്റെ കുറെ ഊറ്റിയതല്ലേ അവള്. അത് തിരിച്ചു കിട്ടിയതാണെന്ന് അങ്ങ് കരുതിയാ മതി. ആദ്യം കേട്ടപ്പോ എനിക്ക് കുറച്ച് ദേഷ്യം വന്നു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ സാറ് കുറച്ച് പൈസ ഇങ്ങ് തന്നു. അപ്പൊ എന്നെ വിറ്റു അല്ലേ അമ്മേ? കൊലച്ചോറാണല്ലേ അമ്മേ? അറക്കാൻ കൊണ്ടുപോകുന്ന പോത്തിന് പിണ്ണാക്ക് കലക്കി കൊടുക്കുന്നത് പോലെ ആയല്ലോ അമ്മേ. ഇവനോട് ഇതൊന്നും കാര്യമാക്കണ്ട. നിന്റെ അളിയനെ രാവിലെയും കൂടി ഇവിടെ വന്നിരുന്നു. അവസാനം ഉണ്ടായിരുന്നതും കൂടെ ഞാൻ നിനക്ക് ഊരി തന്നതല്ലേ. നല്ല പ്രായത്തിലേ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം. നിങ്ങളത് പറയും, ഞാനവിടെ എന്റെ മനസ്സിൽ പോലും ഒന്നും നുള്ളിയിട്ടില്ല. ഓ, സീരിയൽ ഡയലോഗ് പറയാതെ സീരിയസ് ആയിട്ട് ചിന്തിക്ക്. മുറ്റത്ത് വന്ന മഹാലക്ഷ്മിയെ തൂത്തെറിയരുത്. 1-2 രൂപയല്ല, 50 ലക്ഷമാ. പോരാത്തതിന് അവര് കേസിന്ന് ഊരിത്തരും. സമ്മതിക്കുമോനെ. മതി, നിർത്ത്. നിങ്ങളൊക്കെ മനുഷ്യരാണോ അമ്മേ? പട്ടിയൊട്ട് തിന്നയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കയില്ല. അതാ നിന്റെ അവസ്ഥ. എനിക്ക് എന്റെ സ്വർണം കിട്ടണം. ഇവള് പറഞ്ഞ ശരിയല്ലേടാ. ഉണ്ടാക്കിയത് മുഴുവൻ മത്സരം മോള് കൊണ്ട് തിന്ന്. ഇപ്പൊ ദൈവമായിട്ട് അതിനൊരു വഴി കാണിച്ചു തന്ന്. അങ്ങനെ മനസ്സിലാക്കിയാ മതി. പുറത്തോട്ട് അവൻ ചാട്ടറിയുന്നതോ. ഇവിടെ ഒന്നും അടിച്ചില്ലല്ലോ. നാളെ അടിച്ചു തരാം. അവിടെ മൊത്തം പാണി. നേപ്പാളി, ബംഗാളി, എരപ്പാളി. അസ്സലാമലൈക്കും. ആരായി? ബാലചന്ദ്രൻ. ബാലൻ അല്ലേ? കേറ്.
തനിക്ക് നല്ല ബന്ധമുള്ള പത്രക്കാരെ വിളിച്ച് ഒരു ട്രീറ്റ് കൊടുക്കുക. സർ. ചാനലുകാരെ കൂടുതലായി അപ്രോച്ച് ചെയ്യുക. മൊത്തത്തിൽ ഒന്ന് കൊഴിപ്പിക്കണം. കുട്ടിപ്പത്രക്കാരനെയും ലോക്കൽ ചാനലുകാരനെയും ഒക്കെ വിളിച്ചോ. മലനാടൻ മലയാളി, നിർമ്മ ന്യൂസ് തുടങ്ങിയ എല്ലാവരെയും വിളിച്ചോ. ശരി സർ. ശരി, താൻ ചെല്ല്. സർ. ഹലോ, തനിക്ക് ഞാൻ എക്സ്ക്ലൂസീവ് തരുന്നില്ല എന്ന പരാതി തീരുന്നു. ഒരാഴ്ച ലൈവിനുള്ള സാധ്യതയുണ്ട്. നിഷാവധം. ശരി, വൈകിട്ട് ക്ലബിൽ കാണാം. ഓക്കെ, ബൈ.